ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. വെറും 3 ഇൻഗ്രീഡിയൻസ് ആയിട്ട് 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽപ്പേടൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാനിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടിയത് പാൽപ്പൊടിയാണ്. ഞാനിവിടെ 1 കപ്പ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇത് അടുപ്പത്ത് വെക്കാണ്ടാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്തിട്ടെടുക്കാൻ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടി പിടിച്ച് പോകാനും കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതാ അതിവിടെ നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇപ്പം പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി കിട്ടിയതുകൊണ്ടാണ് ഇത് നല്ല ലൂസായി കാണുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാനുണ്ട്. അതുകൊണ്ട് തീ ഒട്ടും കൂട്ടി വെക്കാതെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം നമുക്കിത് തിക്കാക്കിയെടുക്കാൻ. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ല ക്രീമിയായി കിട്ടുന്നവരെ നമുക്കിതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. അധിക സമയമൊന്നും എടുക്കില്ല, ഇത് പെട്ടെന്ന് തന്നെ തിക്കായി കിട്ടും. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യും പാലും പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. അപ്പോൾ അതാ ഇതെല്ലാം ഇവിടെ നന്നായിട്ട് തിക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം. പാനിൽ തന്നെ വെച്ചിരിക്കരുത്. പാനിൽ തന്നെ വെച്ചിരുന്നതാണെങ്കിൽ പാനിൻ്റെ ചൂടുകൊണ്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവും. ഇനി ഇതൊന്ന് ചൂടാറി കിട്ടുന്നവരെ നമുക്കിത് മാറ്റി വെക്കാം. കുറച്ചൊന്ന് ചൂടാറി കിട്ടിയാൽ നമുക്ക് കൈ വെച്ചിട്ട് ഇത് ലൈറ്റായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തിട്ടെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് തയ്യാറാക്കിയെടുക്കാം. ഞാനിതിവിടെ ഒരു ഓവൽ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ റോൾ ചെയ്തെടുത്തതിൻ്റെ ശേഷം നമുക്കിത് ഈക്വൽ പോർഷൻസിൽ കട്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ ഇതിൻ്റെ 2 സൈഡൊന്ന് ചെറുങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ അതാ ഇവിടെ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പാൽപ്പേട തയ്യാറായിട്ടുണ്ട്. പാലും പഞ്ചസാരയും പാൽപ്പൊടിയും വെച്ചിട്ട് വായിൽ അലിഞ്ഞു പോകുന്ന ഈ ഒരു പാൽപ്പേടൻ്റെ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വെറും 2 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയോട് കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്.